നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോലീസ് വാഹനത്തിലുള്ള യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ഈ ജീപ്പിന്റെ കണ്ടീഷനിലോ എസിക്കോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞാൽ മതി, മാറ്റി തരാം. സാറേ, നമുക്ക് ഈ കേസ് ഒത്തുതീർപ്പാക്കാം. ഒത്തുതീർപ്പാക്കാനോ? അല്ല, ഈ ബോസിന്റെ കൂടെ ഇപ്പൊ ഒരു സാറെന്നുള്ള വാല് ഇപ്പൊ എവിടെ നിന്നിടാ? അപ്പൊ നിനക്ക് അറിയാം കാലം മാറിയെന്ന്. എടാ, നിന്റെ ഭാര്യ ശാലിനി അറസ്റ്റ് ചെയ്യാൻ ASI സോമശേഖരനെ ടീമിനെ പറഞ്ഞയച്ചത് ഞാനാടാ. നീ അവരെ ദേഹത്ത് കൈവച്ചു, പോലീസ് വാഹനം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു. അതെല്ലാം വേണമെങ്കിൽ ഞാനങ്ങ് വിട്ടേക്കാം. അത് കഴിഞ്ഞും നീ ഈ സ്റ്റേഷനിൽ കയറി ഒന്ന് ഹീറോ വിളിച്ചില്ലടാ. അതെങ്ങനെയാടാ പെട്ടെന്ന് ഒത്തീർപ്പാക്കി വിടുന്നത്? ഈ സാഹചര്യങ്ങൾ സാറിന് അറിയാത്തോണ്ടാണ്. നിനക്ക് മാത്രം എപ്പോഴും ഈ സാഹചര്യം ഇങ്ങനെ ഒത്തുവരുന്ന എങ്ങനെയാടാ? പോലീസിനെ അടിക്കുന്നത് നിനക്കൊരു ഹോബിയാന്ന് തോന്നല്ലോ. കൽക്കി അല്ലടാ. അപ്പൊ ബോസ് സാറ് രണ്ടും കൽപ്പിച്ചിട്ടാണ്. അതേടാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ തമ്മിലൊരു കൂടിക്കാഴ്ച വേണ്ടി വരുമെന്ന്. അതാടാ ഇന്ന്. കളവേ, ഞാൻ ഫ്രീ ആക്കിയിട്ടിരിക്കുക. നിനക്ക് പോലീസ് വാഹനം തട്ടിയെടുക്കാൻ തോന്നിയ ബുദ്ധിമുണ്ടല്ലോ, അതാടാ എനിക്ക് തുണയായത്. തോളെ നക്ഷത്രം വെച്ച ഓരോ ഏമാന്മാരുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് ഞാനങ്ങ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആയിട്ടുണ്ട്. പിന്നെയുള്ള ജാമ്യത്തിന്റെ കാര്യം, സ്റ്റേഷൻ ജാമ്യം നീ സ്വപ്നം കാണണ്ട. നിന്റെ രഞ്ജിനി മേഡം കുറച്ചു മുമ്പ് ഇവിടുന്ന് വാലും ചുരുട്ടി പോയിട്ടുണ്ട്. ഇനി വക്കീലന്മാര് ജാമ്യത്തിലെടുക്കാൻ കുറച്ചു പാടുപെടേണ്ടി വരും. അതും പോലീസ് വാഹനം തട്ടിയെടുത്ത കേസിൽ. ഇങ്ങോട്ട് നീങ്ങി നിക്കടാ. അപ്പോ നമുക്ക് കളി തന്നെ തുടങ്ങിയേക്കാം വിഷ്ണു. അതും നിന്റെ അമ്മായിയമ്മയുടെ മുമ്പിൽ വെച്ച്. അയ്യോ സാറേ, എടാ, ഇത് കാണാൻ നിന്റെ ഭാര്യയും കൂടെ വേണ്ടതായിരുന്നു. പക്ഷേ അത് 2ാം റൗണ്ടിൽ മതി. ഓ നിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വാശിയുണ്ട്. നീ ആരുടെയൊക്കെ മുമ്പിൽ വെച്ച് പോലീസുകാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടോ, അവരെല്ലാം ഇത് കാണണം. ഈ പോലീസിന്റെ കൈച്ചൂടുകൊണ്ട് കരയുന്നത്. സാറേ, നമുക്ക് കൽക്കി മുതൽ ഒരു റിവേഴ്സ് റൗണ്ടിൽ അങ്ങ് തുടങ്ങിയാലോ? ദശാവതാരങ്ങളും അടുത്തീർന്ന് കഴിയുമ്പോ നിന്റെ ശരീരം താങ്ങുമെന്ന ഭയം. എങ്കിലും നിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് എന്റെ കൈ തടയുമ്പോ നീ എന്താണ് പറഞ്ഞത്? പോലീസുകാരുടെ കൈ തടയല്ല, ഒടിയൊന്നോ? ഇനി അവള് നിന്നെ കാണുമ്പോ എന്നെ തടഞ്ഞ നിന്റെ ഈ കൈയുണ്ടല്ലോ, അത് ഒടിഞ്ഞിരിക്കും പോലെ. അയ്യോ സാറേ, സെല്ല് പറഞ്ഞ് അവരെ കൊണ്ട് ഇറക്ക്. സാറേ, ഇനി ഇവനെ അകത്തോട്ട് കേട്ട്. വിഷ്ണു മോനെ. എന്താ വേണ്ടെന്ന് അറിയാലോ അല്ലേ? അവനെ ഒന്ന് റെഡിയാക്കി നിർത്തിക്കോ, ഞാൻ എന്താ വരുന്നു. അയ്യോ സാറേ, വിഷ്ണു മോനെ ഒന്നും ചെയ്യല്ലേ സാറേ. നന്ദിയുണ്ട് ഷൺമുഖദാസ്, വളരെ നന്ദി. സത്യമ്മ എനിക്ക് ചെയ്തെന്ന ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്തുവാ? ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്.
എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ സത്യാമ്മേ. ഒരു അർജന്റ് പരിപാടിക്കിടെ ഇങ്ങോട്ട് വന്നത്. ശരി. ശരി. ചന്ദ്രബോസ്, ഇതേ സത്യഭാമയുടെ മകൻ വിഷ്ണുവാ. വിഷ്ണു. ഞാൻ വിചാരിച്ച ചന്ദ്രബോസിനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നു മനസ്സിലായല്ലോ. അങ്ങനത്തെ മണ്ടത്തരങ്ങൾക്കൊന്നും ഞാൻ നിൽക്കില്ല ചന്ദ്രബോസെ. എന്റെ മകന്റെ മേലിരുന്നുള്ള പൂഴി വീണ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ സ്റ്റേഷനിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാ. ഇത് നിനക്കുള്ള എന്റെ മുന്നറിയിപ്പാ. ആദ്യത്തെയും അവസാനത്തെയും. മനസ്സിലായോ? വാടാ. ഈ സത്യഭാമയുടെ പേര് പറഞ്ഞ എവിടെയും വീടും ഭക്ഷണമൊക്കെ സൗജന്യമായിട്ട് കിട്ടും നിനക്ക്. ആ സൗജന്യം എനിക്കിനി ആവശ്യമില്ല. ഈ നിമിഷം നമ്മൾ വേർപിരിയ. സത്യഭാമയും വിഷ്ണു ഇനി ഒന്നല്ല, രണ്ട്. നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ശാരദാമ്മയെ വീട്ടിൽ കൊണ്ടാക്കണം. പിന്നെ ശാലിനി എക്സാം സെന്ററിൽ നിന്ന് എടുക്കണം. നീ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്ന ഈ പെണ്ണില്ലേ, അതും സത്യഭാമയുടെ പണം കൊണ്ട് സമ്പാദിച്ചത് തന്നെയാ. ഇട്ട് മൂടാനുള്ള പണം ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ആർക്ക് വേണമായിരുന്നടാ. ശരി. ശാരദാമ്മ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.